നമ്മുടെ ക്രിസ്മസ് ഇങ്ങെത്തി അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഹോം ഡെക്കറും മിനി വ്ളോഗൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പനി പിടിച്ച് കിടപ്പിലായിരുന്നു മക്കളെ, ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് ക്രിസ്മസ് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളുടെ ക്രിസ്മസ് ഡെക്കർ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് സൂപ്പറാക്കി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ടൈറ്റായിപ്പോയി ഫിനാൻഷ്യലി. അസുഖങ്ങളൊക്കെ വന്നപ്പോഴേക്കേ അത് സാരില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളത് കൊണ്ട് നമുക്ക് ക്രിസ്മസ് പോലെ തൽക്കാലം അങ്ങനെ പറയാം. അപ്പോൾ നമ്മളുടെ ഡെക്കർ ഐറ്റംസ് കഴിഞ്ഞ പോലത്തെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടേബിൾ മാറ്റും, ടേബിൾ റണ്ണറൊക്കെ പുതിയതാണ്. അത് ഈ വർഷം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അതിനധികം റേറ്റ് ഒന്നും ആയിട്ടില്ല. റേറ്റ് വിവരങ്ങൾ അറിയേണ്ടവർ എനിക്ക് മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമ്മളുടെ കുഞ്ഞപ്പനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനൊരു സാന്താക്ലോസിനെയും സന്തോഷം കൊണ്ടേ സാന്താക്ലോസ് എന്നായിപ്പോയി, സാന്താക്ലോസിനെയും പൊക്കിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ മിക്കിയുടെയും മിന്നിയുടെയും നടുക്കിരുത്തി. എന്നിട്ട് അവൻ ഓടിക്കളഞ്ഞു. എനിക്കിതാ ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളിത് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഡെക്കർ ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു മരത്തിൻ്റെ ട്രേ ഉണ്ടല്ലോ, അത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് ഓടി വന്നിട്ട് സാന്താക്ലോസിനെ എടുത്തുകൊണ്ട് പോയി ഒന്ന് വാരി എടുത്ത് പൊക്കി എറിഞ്ഞിട്ട് അവിടെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. പാവം ഇവൻ അതിന് ബാക്കി വെച്ചേക്കോ ആവോ. ക്രിസ്മസ് കഴിയുമ്പോഴേക്കും സാന്താക്ലോസ് ഒരു പരിഭവമാകും. അതിൻ്റെ ഇടയിൽ അവൻ്റെ റെഡ് കാറും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റെഡല്ലേ, ക്രിസ്മസിന് ഒന്ന് റിലേറ്റ് ചെയ്യാൻ മമ്മി എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് റെഡ് ബീഡ്സ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ ലാസ്റ്റ് വെച്ചത് നമ്മൾ 15 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. എനിക്കത് 15 രൂപയ്ക്ക് അത് ഭയങ്കര നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീത്ത് എവിടെ വെക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഷോർട്സിന് തൽക്കാലത്തേക്ക് അങ്ങ് നീക്കി വെച്ചിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ വെച്ചു. പിന്നെ നമ്മളുടെ ടേബിൾ റണ്ണറും ടേബിൾ മാറ്റും ഒക്കെ ഇട്ട് നമ്മളുടെ ഡൈനിങ് ടേബിൾ സൂപ്പറാക്കി ഡെക്കറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എനിക്ക് ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വീടിൻ്റെ അകം ഒന്ന് സെറ്റാക്കണം എന്നുള്ളത്. അതേതായാലും ദൈവം സഹായിച്ചിട്ട് നടന്നു. ദൈവം മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനം കൂടിയുണ്ട്. എൻ്റെ ഡെക്കോർ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഡെക്കർ വീഡിയോ കാണാം. അതല്ലേ അങ്ങനെ പറയുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പറയണം, ഇഷ്ടമായില്ലെങ്കിൽ അതും പറയണം. എന്നാലല്ലേ നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലാണ് മക്കളെ. നിങ്ങളില്ലാതെ എന്ത് പരിപാടി നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉഷാറാണോ ഇല്ലയോ എന്നുള്ളത് പറയണേ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ സ്വന്തം ക്രാഫ്റ്റ് ഐറ്റംസ് കൂടി കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ച് പറയും മക്കളെ. അപ്പോൾ ഈ മെഴുകുതിരിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വെറും 138 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലാണ് അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.